വല്യപ്പാന്റെ അടുത്തേക്ക് വിരുന്നിന് പോകുന്ന മക്കളോട് പഴയ കാലത്ത് വല്യപ്പ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് പഠനം, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെ ഓതുന്ന, ഏതൊക്കെ പഠിക്കുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നൊന്നും ചോദിക്കൂലല്ലോ, എന്തൊക്കെയാ അവസ്ഥ എന്ന് ചോദിക്കൂല. പഠിക്കുന്നുണ്ട്, പഠിക്കുന്നു. ഡിഗ്രി ഒക്കെ അല്ല, ഏതാ കഴിഞ്ഞു ചോദിച്ച്. പഴയകാലത്ത് അവർ ചോദിച്ച് കാര്യങ്ങളൊക്കെ മുഴുവനും ചോദിച്ചറിഞ്ഞ ശേഷം പിന്നെ അവർക്കൊരു ഉപദേശം ഉണ്ടാവും. ആ ഉപദേശം വിരുന്നുകാരന് കിട്ടുന്ന വലിയൊരു സമ്മാനമാണ്. അത് ഇന്നും നിലയും തുടങ്ങിയതല്ല, നേരത്തെ ഉണ്ട്. ഒരാളുടെ അടുത്തേക്ക് വിരുന്ന് വന്നാൽ ആ വിരുന്നുകാരൻ നല്ല ഉപദേശം കൊടുക്കും. ആ നിർദ്ദേശങ്ങളെ കൊണ്ട് അവരുടെ ജീവിതം മാറും. അത് നാം എല്ലാവരും മുസ്ലിങ്ങൾ എന്ന നിലക്ക് നിർവഹിക്കേണ്ട വലിയൊരു കടമയാണ്. നമ്മുടെ ഈ ആളുകൾക്കിടയിൽ ഇപ്പോൾ കുറവുള്ള ഒരു സംഗതിയാണ്. കൂട്ടുകാരൻ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ ആ കൂട്ടുകാരനെ ഉപദേശിച്ചാൽ അയാൾ പിണങ്ങിപ്പോകുമോ എന്നുള്ള പേടി. പിണങ്ങാതെ ഉപദേശിക്കണം, പറഞ്ഞു കൊടുക്കണം. നമ്മളോട് ദേഷ്യപ്പെട്ടാലും ഉപദേശം കൊടുക്കണം, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. വലിയ ബന്ധമുള്ള ആളല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എത്രമാത്രം വലിയ ബന്ധമാണ്. ഒരുപാട് ഉപദേശങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും മാറ്റിമറിച്ചത് ആ നസ്വിഹത്തുകളാണ്. തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എതിർപ്പുള്ള ഒരാൾ വന്ന് ചീത്ത പറയാൻ തുടങ്ങി. അയാളങ്ങനെ ചീത്ത പറയുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. മഹാനവറുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് കേട്ടുകൊണ്ടൊരു ഭാഗത്തിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചീത്ത പറയുന്ന ആളെ മുഖത്തേക്ക് നോക്കുന്നു. അയാളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറുപടി ഒന്നും പറയാതെ കുറെ നേരം അങ്ങനെ ഇരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ ഇരുന്നു. ചീത്ത പറയുന്ന ആള്, കുറ്റം പറയുന്ന ആള് ഏകദേശം നിർത്തിന്ന് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി. മഹാനവറുകൾ പറഞ്ഞു തുടങ്ങിയപ്പോ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയൊരു നടത്തം നടന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഞാൻ പറയാതിരുന്നപ്പോ, മൗനം പാലിച്ചിരുന്നപ്പോ തങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നു. ഞാൻ പറയാൻ തുടങ്ങിയപ്പോ തങ്ങൾ പോവുകയും ചെയ്തു. ആ പറച്ചിൽ അവിടെ നിർത്തിയിട്ട് പിന്നാലെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അയാൾ എന്നെ ചീത്ത പറഞ്ഞത് കേട്ടില്ലേ? ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാനൊന്നും പ്രതികരിക്കാതിരുന്നപ്പോ തങ്ങളും അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ തങ്ങൾ ഇറങ്ങി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് മറുപടി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അത് നോക്കായിരുന്നു. ഒരു മലക്ക് ആ പറയുന്ന ചീത്ത പറയുന്ന ആൾക്ക് അയാൾ പറയുന്നതിനൊക്കെ മറുപടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ മലക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ പിന്നെ ഞാനും ഇറങ്ങി. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സലാസുൻ ഹഖ്ഖുൻ, മൂന്ന് കാര്യങ്ങൾ സത്യമാണ്, സ്ഥിരപ്പെട്ട വിഷയമാണ് മൂന്ന് കാര്യങ്ങൾ. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരക്രമം കിട്ടി. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠ. മൂന്ന് വിഷയങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. മൂന്ന് കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് എന്തോ ഒരു അക്രമം ലഭിച്ചു, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു അക്രമം. ആ അക്രമം വന്നപ്പോൾ അയാൾ കണ്ണ് ചിമ്മി, ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രതികരിക്കാത്തത് കൊണ്ട് അയാൾക്ക് അല്ലാഹു തആല കൂടുതൽ യശസ് നൽകും, അന്തസ് നൽകും. ഒരു കുറവും അയാൾക്ക് ഉണ്ടാകൂല. നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് ആള് പറയാത്തത്. കഴിവുള്ള ആളാണ് പറയാതിരിക്കുക. നല്ല കഴിവും നല്ല ബോധവും ഉള്ള ആള് പ്രതികരിക്കൂല, പ്രതികരിക്കാതിരിക്കും. മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരം കെട്ട ആളുകൾ വന്നിട്ട് അഭിസംബോധന ചെയ്താൽ അവര് മൗനം പാലിക്കും. അവരങ്ങനെ പറഞ്ഞോട്ടെ, സാരല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അവര് പറയുന്നത് ഒരു പ്രശ്നവുമില്ല, വല്ല പരാതിയും ഇല്ല. അവർക്കെതിരെ ദ്വാരക്കുന്നുണ്ടോ? അതുമില്ല. മാപ്പ് കൊടുക്കുന്നുണ്ടോ? മാപ്പ് കൊടുത്തു. നടപ്പിലാക്കാനുള്ള കഴിവുണ്ട്, പറയാനുള്ള നല്ല വാക്കുകളൊക്കെ ഒരുപാട് അറിയും. പക്ഷേ എന്നിട്ടും മൗനം പാലിച്ചു. അയാള് പറഞ്ഞത് കേട്ടില്ല എന്ന രൂപത്തിൽ അത് തള്ളിക്കളഞ്ഞു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം അവന് നൽകുന്നത് അന്തസ്സാണ്, അഭിമാനമാണ്, യശസ് അല്ലാഹു ഉയർത്തിക്കൊടുക്കും. അതൊരു സത്യമാണ് സിദ്ദീഖ് തങ്ങളെ. രണ്ടാമത്തെ ഒരു കാര്യം, ജനങ്ങളോട് ഒരാൾ യാചന നടത്തുന്നു. എന്തിനാണ് ഇയാൾ യാചന നടത്തുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകളുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി. അതിനാണ് മറ്റുള്ളവരിൽ നിന്ന് കാശ് പിരിക്കുന്നത്, ചോദിക്കുന്നത്. നല്ലൊരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഒരാൾ കാശ് ചോദിക്കുന്നത്, ജനങ്ങളോട് യാചന നടത്തുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ധാരാളം വർധനവ് അല്ലാഹു നൽകും. അയാളുടെ സമ്പത്തിലും ആരോഗ്യത്തിലും അയാളുടെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു തആല അധികം നൽകും. കാരണം അയാൾ ചോദിക്കുന്നത് ഉണ്ടായിട്ട് വീണ്ടും പെരുപ്പിക്കാനല്ല, അതേ സമയത്ത് മറ്റുള്ള ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ ഒന്നുകൂടി ചേർക്കുന്നതിനും നന്നാക്കുന്നതിനും വേണ്ടി ജനങ്ങളോട് യാചന നടത്തുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അല്ലാഹു തആല ഒന്നും കുറവാക്കുകയില്ല. അല്ലാഹു ആ മനുഷ്യന് വർധനവ് നൽകും. എല്ലാ സംഗതികളിലും അല്ലാഹു തആല പെരുപ്പം നൽകും. അതും സത്യമാണ് സിദ്ദീഖ്. മൂന്നാമത്തെ കാര്യം, ഉണ്ടായിട്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ദാരിദ്ര്യം നടിച്ചുകൊണ്ട് ജനങ്ങളോട് യാചന നടത്തുന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കുറവ് നൽകും. എല്ലാ വിഷയത്തിലും അല്ലാഹു തആല അവന് കുറവ് നൽകും. ഉണ്ടായിട്ട് വീണ്ടും യാചന നടത്തുകയാണ്. കാരണം ഉള്ളത് പോരാന്നവന് തോന്നുന്നു. ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് അവൻ യാചന നടത്തുന്നു. മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്താനോ അവരെ ബന്ധങ്ങൾ സുദൃഢമാക്കാനോ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനോ അല്ല, സ്വന്തത്തിൽ ഉള്ളത് വീണ്ടും പെരുപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. എന്നാൽ അല്ലാഹു പകരം അവന് ദാരിദ്ര്യം നൽകും, എല്ലാ വിഷയത്തിലും കുറവ് നൽകും. അതും ഒരു സത്യമാണ്. മൂന്ന് കാര്യങ്ങൾ ഉപദേശിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. ഈ ഉപദേശം കേൾക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ആര് വന്നിട്ട് എന്തു പറഞ്ഞാലും പ്രതികരിക്കാത്ത ഒരു സ്വഭാവം സ്വീകരിക്കുന്നു. പ്രതികരിക്കാത്ത ഒരു സ്വഭാവം സ്വീകരിക്കുന്നു. ആ ഒരു ഉപദേശം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് കിട്ടിയ ആത്മീയമായ ചൈതന്യം എത്ര വലുതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും കളവുകളോ മറ്റോ കളവാകുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവരെ നമ്മൾ സത്യം പറഞ്ഞു പഠിപ്പിക്കണം. കളവ് തിരുത്തിയിട്ട് സത്യം പറയാൻ പ്രേരിപ്പിക്കണം. പറഞ്ഞ കളവിന് അനുകൂലമായി നമ്മൾ ചിരിച്ചു കൊടുത്താൽ അവരത് ശീലമാക്കി മുന്നോട്ട് നീങ്ങും. എന്തെങ്കിലും ഒക്കെ കുസൃതിയിലായിട്ട് കുട്ടികൾ ഒരു കാര്യം ചെയ്തു,
സത്യത്തിൽ അവർക്ക് തക്ലീഫിന്റെ ലോകത്തേക്ക് അവരെത്തിയിട്ടില്ല എന്ന് കൂട്ടിക്കോളൂ. ചെറിയ വയസ്സല്ലേ ആയിട്ടുള്ളൂ, 8 വയസ്സ് 9 വയസ്സ് പ്രായമാണ്. പ്രായപൂർത്തിയുടെ തലത്തിലേക്ക് എത്താത്ത കുട്ടിയിൽ നിന്ന് ഒരു കുസൃതി കുറ്റം കണ്ടാൽ ആ കുട്ടിയെ ഉപദേശിച്ചുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന മാർഗത്തിലേക്ക് വഴി നടത്തി കൊണ്ടുവരണം. അതിന് നല്ല നസീഹത്താണ് അവർക്ക് കൊടുക്കേണ്ടത്. മഹാന്മാരായ ആളുകളിൽ നിന്ന് കിട്ടിയ നസീഹത്ത് കൊണ്ട് എത്രയോ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, രാജാക്കന്മാര് പോലും മാറി ചിന്തിച്ചു പോയിട്ടുണ്ട്. അവരുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ കനവും അവർ ഓർത്തത് പാവപ്പെട്ട സാധുക്കളായ നല്ല നല്ല ഉലമായിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്ന് കിട്ടിയ ഉപദേശമാണ്. ആ ഉപദേശം കൊണ്ട് ജീവിതത്തിന്റെ ഗതികൾ മുഴുവനും മാറ്റിയിട്ട് ഇഷ്ടം പോലെ സുഖിച്ച് ജീവിക്കാൻ പറ്റിയ സംവിധാനം അള്ളാഹു ഭരണരംഗത്ത് നൽകിയിട്ടും ഫക്കീറായി ജീവിതം മാറിയ ഒരുപാട് ഭരണാധികാരികൾ വരെയുണ്ട്. നസീഹത്തിന്റെ കടുപ്പമാണത്. ആ നസീഹത്ത് അവരെ മനസ്സിലേക്ക് ഇടം പിടിച്ചപ്പോൾ ഈ സുഖങ്ങളോട് മുഴുവനും മടുപ്പ് തോന്നിപ്പോയി. ഈ സുഖങ്ങൾ ഇന്ന് ഞാൻ അങ്ങ് മരിച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി. ഇതൊരു ശാശ്വത സുഖമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് യഥാർത്ഥ സുഖം, ഈ ദുനിയാവിന്റെ സുഖം കൊണ്ട് എനിക്ക് നഷ്ടമായി പോകരുതെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ പിന്നെ പലതിനോടും അവർക്ക് വിരക്തിയായി തോന്നി. പല സുഖങ്ങളെയും അവർ കൈയൊഴിച്ചു. ഇനി ആ സുഖങ്ങളൊന്നും വേണ്ട എന്നവർക്ക് തോന്നിപ്പോയി. എത്രയോ ആളുകൾ അങ്ങനെ നസീഹത്ത് കിട്ടിയിട്ട്, ഉപദേശങ്ങൾ കിട്ടിയിട്ട് മാറി ചിന്തിച്ച എത്രയോ ആളുകളുണ്ട്. ഉപദേശിച്ചവരെ സംബന്ധിച്ച് പലരും നാട്ടുകാര് പറയുന്നത് സത്യത്തിൽ അവൻ സുഖമില്ലാത്ത ആളുകളാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സുഖമില്ലാത്ത ആളാണ്, പക്ഷേ ഉപദേശം കിട്ടിയപ്പോൾ ഉപദേശം കേൾക്കുന്ന രാജാവ് അത്ഭുതപ്പെട്ടു പോയി. നാട്ടുകാര് പൊതുവെ മജ്നൂൻ എന്ന് വിളിച്ചിരുന്ന ബുഹുലൂൽ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു. എന്ത് വാക്ക് പറഞ്ഞാലും നർമ്മമുള്ള വാക്കായിരിക്കും അത്. എഴുതിയെടുക്കാൻ മാത്രം കനപ്പെട്ട വാക്ക് മാത്രം പറയുന്ന ഒരു പാവമാണ് ബുഹുലൂൽ. പക്ഷേ ബുഹുലൂലിന് അല്ലാഹു ഇൽമു നൽകിയിട്ടുണ്ട്. രൂപഭാവം കണ്ടാൽ ഒരു മജ്നൂനിന്റെ കോലമാണ്. അപ്പൊ നാട്ടുകാര് ചിലര് പറയും മജ്നൂനെന്ന്. ആ പേരിനോട് ചേർത്തിയിട്ട് ബുഹുലൂലുൽ മജ്നൂൻ എന്ന് പറയും. ഒരു ദിനം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഹാറൂൺ റഷീദ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ഹജ്ജിന് പോകുന്ന വഴിയിൽ കൂഫയിലെത്തിയപ്പോൾ കൂഫയിലുണ്ട് ഈ പറയുന്ന ബുഹുലൂൽ എന്ന് പറയുന്ന മഹാൻ. ബുഹുലൂൽ കൂഫയിലുണ്ട്. ബുഹുലൂൽ എന്തോ പറയുന്നു എന്ന് ജനങ്ങൾ പറയുന്നു. ബുഹുലൂലിനോട് രാജാവിന്റെ കൂടെയുള്ള വ്യക്തി പറഞ്ഞു, ഉസ്കുത്, നീ ഒന്ന് മൗനം പാലിക്കണം, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വരുന്നുണ്ട്. കൂഫയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ബുഹുലൂൽ അങ്ങനെ സംസാരിക്കാം. പക്ഷെ ആ വർത്തമാനങ്ങളുടെ കടമ്പറിയുന്ന ആളുകൾക്ക് എഴുതിയെടുക്കാൻ മാത്രം ഉണ്ടാവും. അവരൊരു പക്ഷേ സംസാരിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും അവസ്ഥകളെ പറ്റി ചിത്രീകരിച്ചുകൊണ്ട് ഉദാഹരണം പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാകും. കേൾക്കുന്ന ആളുകൾക്ക് തോന്നും അതെന്തോ കഥയില്ലാത്ത വർത്തമാനം പറയാണ്, നല്ല അർത്ഥവത്തമായ വർത്താനാണ്. പക്ഷെ ആളുകൾക്കത് തിരിയുന്നില്ല. കാരണം തിരിയാൻ മാത്രമുള്ള ബുദ്ധിയും ഇൽമും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ രാജാവ് വരുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. രാജാവിന്റെ കൂടെയുള്ള ആള് വന്നിട്ട് ബുഹുലൂൽ എന്നവര് പറഞ്ഞു രാജാവ് വരട്ടെ എന്ന് പറഞ്ഞു. രാജാവിന്റെ വാഹനം ബുഹുലൂലിന്റെ അടുത്തെത്തിയപ്പോൾ രാജാവിനെ വിളിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചു. ബുഹുലൂല് വിളിച്ചിട്ട് ഒരു ഹദീസ് ഓതി കൊടുക്കുകയാണ്. രാജാവിന് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നോട് ഹദീസ് പറഞ്ഞത് ഐമൻ ഇബ്നു നായിൽ എന്ന് പറയുന്ന മഹാൻ റളിയല്ലാഹു അൻഹു. അവരോട് ഈ ഹദീസ് പറയുന്നത് ഖുദാമത്ത് ഇബ്നു അബ്ദുല്ലാഹിൽ ആമിരി റളിയല്ലാഹു അൻഹു. എന്താണ് ആ സ്വഹാബി പറഞ്ഞ ഹദീസ്?
റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമിനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിനയിൽ വെച്ച് ഞാൻ കണ്ടു. അലാ ജമലിൻ, ഒട്ടകപ്പുറത്ത് ഞാൻ കണ്ടു. വതഹ്ത റഹ്ലിൻ ബത്തിൻ, ആ ഒട്ടകത്തിന്റെ മേൽ ഒരു കൂടാരമുണ്ട്. അതൊരു പഴയ കൂടാരമാണ്. രാജാവേ, നിങ്ങളെ വാഹനത്തിന്റെ മുകളിൽ എത്ര പ്രൗഢിയുള്ള കൂടാരമാണ്. ആ കൂടാരത്തിന്റെ ഉള്ളിൽ എത്ര ഇരുന്നാലും ഇരിക്കുന്ന ആൾക്ക് മടുപ്പ് തോന്നാത്ത വിധത്തിൽ ഈ വാഹനത്തിന്റെ മുകളിൽ നല്ല സെറ്റപ്പായ സീറ്റൊക്കെ നിങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തിരുന്ന വാഹനം, അതിന്റെ മുകളിലുണ്ടായിരുന്ന ആ കൂടാരമില്ലേ, അത് പഴയ ഒരു കൂടാരമാണ്. വലം യകുൻ സമ്മ തുർദുൻ വലാ ളർബുൻ വലാ ഇലൈക വ ഇലൈക. തങ്ങൾ ആ വാഹനപ്പുറത്ത് വന്നപ്പോൾ കരഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല, ശബ്ദഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല, ജനങ്ങളോട് മാറി നിൽക്ക് എന്ന അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങളെ കൂടെയുള്ള ആള് വന്നിട്ട് ഞാനിവിടെ സംസാരിക്കുമ്പോ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ? പല ആളുകളോടും വഴിയോരങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു. നിങ്ങൾ ഹജ്ജിനല്ലേ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും മാറ്റി നിർത്തിയിരുന്നോ? ഏതെങ്കിലും ആളുകളോട് അവിടെ വിട്ടു പോകാൻ പറഞ്ഞിരുന്നോ? അത് ചില ആളുകൾക്കുള്ള സ്വഭാവമാണ്. മുമ്പ് നമ്മുടെ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ആരോ പുറത്തുനിന്ന് വന്നപ്പോ ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒന്നാകെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചില്ലേ? അവരെ കൂടാരങ്ങൾ ഒന്നായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് വലിയൊരു മതിലും കെട്ടി അവിടെ. വരുന്ന ആൾക്കാരെ ഈ മതിലിന്റെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുള്ള ഒന്നും കാണൂലല്ലോ. ബുഹുലൂലിനോട് വന്നിട്ട് മിണ്ടാതിരിക്കാനും അവിടുന്ന് മാറിപ്പോകാനൊക്കെ പറഞ്ഞപ്പോ ബുഹുലൂൽ ഓതിക്കൊടുത്ത ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയില് ഒട്ടകപ്പുറത്ത് തങ്ങൾ ഇരിക്കുമ്പോ എത്ര ആളുകളുണ്ട് പരിസരത്ത്, സംസാരിക്കുന്ന ആളുകൾ, പല രൂപത്തിലുള്ള ആളുകളുണ്ട്. ആരോടെങ്കിലും ഒന്ന് മാറിപ്പോകാനോ മാറി നിൽക്കാനോ പറഞ്ഞു. ഈ ഹദീസ് ഓതിക്കൊടുത്തപ്പോ അമീറുൽ മുഅ്മിനീനെ വിളിച്ചുകൊണ്ട് കൂടെയുള്ള ആള് പറഞ്ഞു, ആ ഹദീസ് ഓതി പറയുന്ന ആളാരാന്നറിയോ നിങ്ങൾക്ക്? അതാണ് ബുഹുലൂൽ എന്ന് നാട്ടുകാർ പലരും മജ്നൂൻ എന്ന് പറയുന്ന ബുഹുലൂലാണത്. ഹാറൂൻ റഷീദ് പറഞ്ഞു, എനിക്ക് പരിചയമുണ്ട് ആളെ. ഹാറൂൻ റഷീദ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോട് ബുഹുലൂൽ, നിങ്ങൾ ബാക്കി കൂടി പറയുന്നു. അപ്പൊ രാജാവിനോട് പറഞ്ഞു, ഹബ് അംനക മലക്തൽ അർള തുറാ വദാന ലകൽ ബിലാദു ഫകാന മദാ അലൈസ ഗദൻ മസിറുക ജൗഫ ഖബ്രി വയഹസു തുറൂബ ഹാദാ സുമ്മ ഹാദാ. രാജ്യം മുഴുവനും ഭരിക്കുന്ന രാജാവല്ലേ നിങ്ങള്? അള്ളാഹു നിങ്ങൾക്ക് വലിയ ഭരണാധികാരം തന്നിട്ടില്ലേ? പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് കീഴ്പ്പെടാത്ത ഗ്രാമങ്ങളില്ലല്ലോ. നിങ്ങളെ ഭരണത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്ത ഏതെങ്കിലും ആളുകളുണ്ടോ? എല്ലാ ആളുകളും നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളെ രാജാവായി വാഴ്ത്തുന്നില്ലേ? അലൈസ ഗദൻ മസീറുക ജൗഫ ഖബ്രി വയഹസു തുറൂബ ഹാദാ സുമ്മ ഹാദാ. ആലോചിക്കണം, നാളെ നിങ്ങൾ മടങ്ങുന്നത്, നിങ്ങൾ മടങ്ങിപ്പോകുന്നത് ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കല്ല, ഒരു കുടിമാടത്തിന്റെ ഉള്ളിലേക്കാണ്. നിങ്ങളെ മടക്കം, നിങ്ങൾ വലിയ രാജാവാണ്, പക്ഷേ നിങ്ങൾക്ക് നാളെ മടങ്ങിപ്പോകാനുള്ളത് ഒരു ഖബറിന്റെ ഉള്ളിലേക്കാണ്. ഈ നിൽക്കുന്ന ആളും ആ നിൽക്കുന്ന ആളും അപ്പുറത്ത് നിൽക്കുന്ന ആളും നിങ്ങളെ മുകളിൽ മണ്ണ് വാരിയിട്ട് പോയി. ആ ഒരു ഓർമ്മയും ഒരു ചിന്തയും നിങ്ങളിൽ ഉണ്ടാകണം രാജാവേ. ഈ ഉപദേശം കേട്ട സമയത്ത് ഹാറൂൻ റഷീദ് പറഞ്ഞു, അജത്തയാ ബുഹ്ലൂൽ.
ബഹുലൂലെ, നിങ്ങൾ നല്ല ഉപദേശമാണല്ലോ നടത്തിയത്. ഇതല്ലാതെ വല്ല ഉപദേശങ്ങളും ഇനി നിങ്ങൾക്ക് പറയാനുണ്ടോ? പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. അതേ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളോട് പറയാനുണ്ട്. മൻ റസഖഹുല്ലാഹു ജമാലൻ വമാലൻ ഫഅഫ ഫീ ജമാലിഹി വവാസാ ഫീ മാലിഹി കുതിബ ഫീ ദീവാനിൽ അബ്റാർ. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു തആല സൗകര്യങ്ങൾ കൊടുത്തു, സാമ്പത്തിക ഭദ്രതയും അല്ലാഹു നൽകി. എന്നിട്ട് ആ മനുഷ്യൻ ഫഅഫ ഫീ ജമാലിഹി, സൗന്ദര്യം ഒരു പിഴവിലേക്കും അയാൾ കൊണ്ടുപോയില്ല. സൗന്ദര്യത്തിൽ പതിവൃത്തനായി ജീവിച്ചു. ആ സൗന്ദര്യം വേണ്ടാത്തരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ല. സമ്പത്തിലോ സമത്വം പാലിച്ചു. തന്നെ പോലെ തന്റെ ജേട്ടനും അനുജനും ബാക്കിയുള്ള ആളുകളൊക്കെ നല്ല നിലക്ക് ജീവിക്കണമെന്ന് കരുതിയിട്ട് അള്ളാഹു നൽകിയത് അവർക്കൊക്കെ പാകത്തിന് വിഹിതം വെച്ചു കൊടുത്ത്, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് സാമ്പത്തിക സമത്വം പാലിച്ച് ജീവിച്ചാൽ കുതിബ ഫീ ദീവാനിൽ അബ്റാർ, മഹത്തുക്കളുടെ പട്ടികയിലാണ് ആ മനുഷ്യനെ എഴുതപ്പെടുന്നത്. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് വിചാരിച്ചു, സാമ്പത്തിക സഹായം വല്ലതും ഈ മനുഷ്യന് ആവശ്യമുണ്ട് എന്ന്. സമ്പത്തിനെ പറ്റിയാണല്ലോ ഉപദേശം കൊടുത്തത്. രാജാവ് വിചാരിച്ച ഇയാൾക്ക് വല്ലതും കൊടുക്കണമെന്ന്. രാജാവ് പറഞ്ഞു, ബഹുലൂലെ, നിങ്ങൾക്ക് എത്ര കടമുണ്ട് ഒന്ന് എഴുതിത്താ. നിങ്ങളെ കടം മുഴുവനും ഞാൻ അങ്ങ് വീട്ടി തരാൻ വേണ്ടി ഉത്തരവിടാം. ഉടനെ പറഞ്ഞു, ലാ തഫ്അൽ യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു കടത്തിന് പകരം വേറൊരു കടം നിങ്ങൾ വീട്ടരുത്. എന്റെ കടം വീട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടൂല. നിങ്ങൾ ഭരണാധികാരിയല്ലേ, നിങ്ങൾക്ക് വലിയൊരു കടമുണ്ട്. ഉർദുദിൽ ഹഖ്ഖ ഇലാ അഹ്ലിഹി, അവകാശം അവകാശികളിലേക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. ഏതെങ്കിലും അവകാശികളുടെ അവകാശം നിങ്ങൾ ഹനിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. നിങ്ങളെ സ്വന്തത്തിന്റെ കടമില്ലേ, അത് നിങ്ങൾ ആദ്യം വീട്ടണം. നിങ്ങളെ കടം എന്റെ കടം വീട്ടിയാൽ അത് വീടൂലല്ലോ. എന്റെ കടം വീട്ടി എന്നത് കൊണ്ട് നിങ്ങളെ കടം വീടൂലല്ലോ. നിങ്ങൾക്കുള്ള കടമാണ് നിങ്ങൾ ആദ്യം വീട്ടേണ്ടത്. എന്റെ കടം നിങ്ങൾ വീട്ടണ്ട. എന്റെ കടം വീട്ടാൻ ഒന്നും നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങൾക്ക് സ്വന്തത്തിൽ ജനങ്ങൾക്ക് ബാധ്യതയുള്ള കടമുണ്ട്. ജനങ്ങൾക്ക് രാജാവെന്ന നിലക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അർഹതകളുണ്ട്. ആ രണ്ട് കടങ്ങളും നിങ്ങൾ അങ്ങ് വീട്ടിയേക്കണം. ഇൻ ഹലക്കത വല്ലാഹി മാ തൻജബിറു മിൻഹാ, നിങ്ങൾ മരിച്ചുപോയാൽ അത് പിന്നെ പരിഹരിക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് എന്റെ കടം വീട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അപ്പൊ രാജാവ് പറഞ്ഞു, ബഹുലൂലെ, നിനക്ക് സ്ഥിര വരുമാനത്തിന് വേണ്ടി വല്ലതും ഞാൻ ഏർപ്പാടാക്കി തരാം. എനിക്ക് സ്ഥിര വരുമാനം ഒന്നും നിങ്ങൾ തരേണ്ടതില്ല. ലാ യുഅ്തീക വഇൻസാനി, എനിക്ക് വേണ്ടി നിങ്ങളൊന്നും നൽകരുത്. എന്നെ നിങ്ങളങ്ങ് മറന്നേക്കൂ. നിങ്ങൾ കൊടുക്കേണ്ട ദാനമുണ്ടല്ലോ, അവകാശികൾക്ക് അതങ്ങ് കൊടുത്തേക്കൂ. നിങ്ങളെ വരുമാനം എനിക്ക് ആവശ്യമില്ല. തവക്കൽതു അലല്ലാഹി വമാ അർജൂ സിവല്ലാഹി വമദ്ദിസ്ഖു മിനന്നാസി ബലിദ്സ്ഖു അലല്ലാഹി. എന്റെ റിസ്ക് നിങ്ങൾ അറിയേണ്ടതില്ല. അത് അള്ളാഹു എനിക്ക് തരേണ്ട മാർഗത്തിൽ തരും. നിങ്ങളെ വരുമാനമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറുപടി പറയാൻ കഴിയാതെ ആ ബഹുലൂലിന്റെ വാക്ക് കേട്ട് രാജാവ് ഒരുപാട് ചിന്തിച്ചു പോയി, മാറിപ്പോയി. ഹജ്ജിന് പോയ രാജാവ് കൂടെയുള്ള ആളുകളോട് ചോദിക്കുന്നത്, ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അവരാവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം. നാട്ടിൽ വന്നിട്ടും രാജാവ് നല്ല പരിശോധന നടത്തുകയാണ്. ഏതെല്ലാം ആളുകൾക്ക് നമ്മിൽ നിന്ന് എന്തെല്ലാം കിട്ടാനുണ്ട് അതൊക്കെ കൊടുക്കണം. പോകുന്ന യാത്രയിൽ കിട്ടിയ നസീഹത്ത് കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മനസ്സ് നന്നായി മാറുകയാണ്.
അങ്ങനെ ഒരു മാറ്റം നസീഹത്ത് കൊണ്ട് ലഭിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഗുണം തരും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നല്ല ഗുണം തരും. പക്ഷേ പലരും വിചാരിക്കും ഉസ്താദെ അതിന് ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണ്ടേ. ഖുർആൻ പറയുന്നുണ്ട്, ഉപദേശിക്കാൻ നമുക്ക് അർഹതയുണ്ടാകണമെങ്കിൽ നമ്മിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരാകുക. എന്നാ ഒരു കമാലിയത്തായി. അങ്ങനല്ലേ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ വിളിച്ച് ഉപദേശിച്ചപ്പോ, നീ മറ്റുള്ള ആളുകൾക്ക് ഉപദേശം കൊടുക്കാൻ നിന്നിൽ വേണ്ടത് എന്താ? യാ ബുനയ്യ അഖിമിസ് സ്വലാ, മോനെ നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. പിന്നെ കൊടുക്കുന്ന ഉപദേശം, നിസ്കരിച്ചുകൊണ്ട് മാത്രം നീ അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ പോയാ പോരാ. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളാണ് നീ, അതുകൊണ്ട് നന്മ കൽപ്പിക്കണം. ഒരു സുന്നത്തിൽ ഒരാൾക്ക് കുറവുണ്ട് എന്ന് കാണുമ്പോ ആ സുന്നത്ത് എടുക്കാൻ വേണ്ടി ആളോട് ഉപദേശിക്കണം, പറഞ്ഞു കൊടുക്കണം. ആ ഉപദേശം അയാൾ സ്വീകരിക്കുന്ന രൂപത്തിൽ അയാളെ മനസ്സിലേക്ക് നിന്റെ വക കിട്ടിയിട്ട് അയാൾ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ വിശുദ്ധ ഇസ്ലാമിനെ ഹയാത്താക്കിയ ആളാണ്. ജനങ്ങൾക്കിടയിൽ നല്ല സംസ്കാരം കൊണ്ടുവന്ന ആളാണ്. ചെയ്യുന്ന പ്രവർത്തനത്തിൽ ചെറിയൊരു അപാകത വന്നു, നീ അവിടെ ഇങ്ങനെ അയാളോടൊന്ന് ചോദിച്ചു, ഇങ്ങനല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. അത് സ്വീകരിച്ചു, നല്ലോണം സ്വീകരിച്ചു. എന്നാൽ അതിൽ വലിയ ഖൈർ നിനക്ക് ലഭിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷം ലഭിക്കും. ഉപദേശം സ്വീകരിച്ചാൽ, സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞാലോ അതിനനുസരിച്ചുള്ള തിക്തഫലവും ലഭിക്കും. നമുക്കത് സ്വീകരിക്കാൻ കഴിയും, എന്നിട്ടും കഴിയൂല എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഭാഷയാണ്. അല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും, ചെറിയ കാര്യമാണ്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ എന്നെ കൊണ്ട് കഴിയൂല എന്നാണ് നേരത്തെ തീർച്ചപ്പെടുത്തി പറയുന്നതെങ്കിൽ അത് സ്വീകരിക്കാനുള്ള വാക്കല്ല, അത് ധിക്കരിക്കാനുള്ള വാക്കാണ്. ചിലതൊക്കെ അങ്ങനല്ല പറയും, എന്നെ കൊണ്ട് സാധിക്കൂല സാധിക്കൂല എന്ന് പറയും. കേട്ടു നോക്കുമ്പോഴോ എപ്പോഴോ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ തന്നെ സാധിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാനത് സ്വീകരിക്കൂല എന്നാണ്. അതൊരു കിബറിന്റെ ശൈലിയാണ്, അതുണ്ടാകാൻ പാടില്ല. അതൊരു മുസ്ലിമിന് യോജിച്ച ഒരു സ്വഭാവമല്ല. ഉപദേശിക്കാൻ ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ അതാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം മോനെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലിതക്മീലി നഫ്സിക്, സ്വന്തത്തിൽ നിനക്കൊരു പൂർണ്ണത വരാൻ കൃത്യമായി നിസ്കരിക്കുക. മറ്റുള്ള ആളുകളിലെ ഒരു ചുമതല അള്ളാഹു നിന്നെ ഏൽപ്പിക്കുകയാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. ഈ 2 കാര്യങ്ങളും നിർവഹിക്കുമ്പോ വസ്ബിർ അലാ മാ അസ്വാബക്, ഒരുപാട് പ്രതിസന്ധി വരും, കുത്തുവാക്കുകൾ വരും. ഓൻ വലിയൊരു വയലേറെന്നൊക്കെ പറയും, ക്ഷമിക്കണം. പക്ഷെ ആ വിഷയം നിർത്തരുത്, പറഞ്ഞു കൊടുക്കുന്നത് നിർത്തരുത്, അത് നീ അങ്ങ് പറയണം. ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം കാണുമ്പോൾ സുന്നത്തിനെതിരാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു സന്നദ്ധത, അതൊരു നന്മയുടെ അടയാളമാണ്. ആ മനുഷ്യൻ ഒരു നല്ലവനാണ് എന്നുള്ളതിന്റെ അടയാളമാണ്. ചിലര് മനസ്സിലാക്കിയത് എങ്ങനെ അറിയും? നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഇടങ്ങേറ് വേണ്ട, അതുകൊണ്ട് ആരെന്ത് ചെയ്താലും നമ്മൾ പറയാൻ പോകണ്ട, ആരെന്ത് ചെയ്താലും നമ്മൾ തിരുത്താനും പോകണ്ട, നമ്മൾ പറയാനും പോകണ്ട. അങ്ങനെ ആകുമ്പോ വല്ല കാര്യമുണ്ടോ? അറിയേണ്ടടുത്ത് പറയണം. രാജാക്കന്മാരോട് വരെ സുന്നത്ത് മാറ്റിയിട്ട് അത് ശരിയല്ല എന്ന് സ്വഹാബിമാര്, അവരെത്ര അധികാരമുള്ളവരാ, പക്ഷെ അധികാരം നോക്കിയില്ല, പറയേണ്ടത് പറഞ്ഞു. മദീനയിലെ ഭരണകർത്താവായി മർവാന് രാജ്യം ഭരിക്കുമ്പോ പെരുന്നാൾ നിസ്കാരത്തിന് വന്നു. ഭരണാധികാരിന്റെ കൂടെ എത്ര ആൾക്കാരുണ്ടാകും? ഒരുപാട് ആളുണ്ടാവും. നിസ്കരിക്കാൻ വന്നപ്പോ പള്ളിയിലുണ്ട് പ്രഗത്ഭനായ സ്വഹാബി വര്യൻ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മുന്നിൽ തന്നെയുണ്ട്. സാധാരണ നമ്മളെ നാട്ടിൽ പെരുന്നാൾ നിസ്കാരത്തിന് ആദ്യം നിസ്കാരവും പിന്നെ ഖുതുബയല്ലേ.
മർവാന് നേരെ മിമ്പറിലേക്ക് അങ്ങോട്ട് കയറി ഖുതുബ ഓതാൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ കാണാം, ഭരണാധികാരിന്റെ കുപ്പായം പിടിച്ചിട്ട് ഒറ്റ വലിയാണ് വലിച്ചത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു. അത് ഭരണാധികാരിയല്ലേ എന്ന നിലക്കൊരു വിട്ടുവീഴ്ചയില്ല. എന്നിട്ട് പറഞ്ഞു ഗയ്യർതും സുന്നത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് നിങ്ങൾ മാറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പെരുന്നാൾ ദിവസത്തിൽ ആദ്യം ചെയ്തിരുന്നത് നിസ്കാരമാണ്. പിന്നെയല്ലേ തങ്ങൾ ഖുതുബ ഓതിയിരുന്നത്? പിന്നെ എങ്ങോട്ടാ നിങ്ങൾ ആദ്യം മിമ്പറിലേക്ക് കയറുന്നത്? ആദ്യം മിഹ്റാബിലേക്ക് നിന്നിട്ട് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അത് ഭരണാധികാരി അല്ലേ എന്ന് കരുതിയിട്ട് മിണ്ടാതിരുന്നോ സഹോദരങ്ങളെ? മിണ്ടാതിരുന്നാൽ അത് വലിയൊരു വിഷയം തന്നെയല്ലേ? അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിയത്. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. അതേ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെയും ബനൂ ഇസ്രായേലുകാർക്ക് വലിയ ശാപം കിട്ടി, ലഅനത്ത് കിട്ടി. എന്താ കിട്ടാനുള്ള കാരണം? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. സമൂഹത്തിൽപ്പെട്ട ആളുകൾ തിന്മ ചെയ്യുമ്പോൾ അവരത് വിലക്കിയില്ല, തടയാൻ പോയില്ല. തടയാതിരുന്നാൽ, ഉപദേശിക്കാതിരുന്നാൽ, അത് ശരിയല്ലെന്ന് പറയാതിരുന്നാൽ ആ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് നമുക്കും സമ്മതമുണ്ട് എന്നല്ലേ വരിക. ജനങ്ങൾ ചെയ്തിരുന്ന അധാർമികതക്കെതിരെ ആ ആളുകൾ പ്രതികരിക്കാതെ നിന്നപ്പോൾ വലിയ മഹാന്മാരുടെ നാവിലൂടെ അവർക്ക് ലഅനത്ത് വന്നു, ശാപം വന്നു. കൽപ്പിക്കേണ്ട ആളുകൾ കൽപ്പിക്കാതിരുന്നാൽ, വിരോധിക്കേണ്ട ആളുകൾ വിരോധിക്കാതിരുന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷ കൊണ്ട് പരീക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു കുടുംബത്തിൽ ഒരു തിന്മ ചെയ്യുമ്പോ ആ കുടുംബത്തിൽ കൽപ്പിക്കാൻ പക്വതയുള്ള കാരണവന്മാരുണ്ട്, ഉലമാ ഉണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷേ ആരും പ്രതികരിക്കാതെ നിന്നാൽ, ആരും തടയാതെ നിന്നാൽ അതിന്റെ പേരിൽ ഒരു പരീക്ഷണം അവരെ കുടുംബത്തിന് വരും. അത് തീർച്ചയാണ് സഹോദരങ്ങളെ. അത് തടയാൻ കഴിവുള്ള ആളുകളും മൗനം പാലിച്ചുകൊണ്ട് വലിയ ശിക്ഷയാണ്, വലിയ പരീക്ഷണമാണ് വരിക.